അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ കുളിച്ചു. മണി ഇപ്പോൾ 5:15 എന്തോ ആയിട്ടേ ഉള്ളൂ. കുളിച്ചു. ഇനി കുളിച്ച് കഴിഞ്ഞ് ഇനി ചായ ഇടണം, വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ചതിന് ശേഷം ചായ ഇടണം. ഞാൻ ഇന്ന് ഫുൾ മാക്സിമം എടുക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഈ കട്ട കത്തിച്ച് വയ്ക്കുന്ന സാധനം, നല്ല മണമാണിത്. അതുപോലെ തന്നെ ഇത് നല്ലതാണ്. 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു കോംബോ ഓഫറിൽ. അപ്പോൾ ഇത് കത്തിച്ച് വയ്ക്കുക, അപ്പം നല്ല മണമായിരിക്കും. അപ്പം ഞാൻ കുളിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ചായ ഇടാം. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 6:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയിൽ പാട്ടൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണോ കാണിക്കുന്നത്. ഇനി നമുക്ക് ചായ ഇടാൻ പോകും. അപ്പോൾ ഞാൻ ചായ ഇടാൻ പോവാണ്. പിന്നെ ഞാൻ ഇത് ഇവിടെയും കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പുകയ്ക്കുന്നത് നല്ല സ്മെല്ലാണിത്. എന്ന് വെച്ചാൽ നമുക്കൊരു രസമായിരിക്കും രാവിലെ. അങ്ങനെ അതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചായ ഇടാം. അപ്പോൾ ചായക്ക് വെച്ചിട്ടുണ്ട്. ഇനി ചായ ആയതിന് ശേഷം ചായ കുടിക്കുക. ആദ്യം ചായ കുടിച്ചതിന് ശേഷം പിന്നെ കാപ്പി ഉണ്ടാക്കണം. അപ്പോൾ ഞാനത് കാണിക്കാം. ആദ്യം ചായ കുടിക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാപ്പി ഉണ്ടാക്കണം. കാപ്പി ഉണ്ടാക്കാനായിട്ട് മാവ് ഇന്നലത്തതുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ നേരത്ത് ചൂടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചൂടോടെ കഴിക്കാമല്ലോ. അങ്ങനെ ദോശ ചുടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇന്നലെ വെച്ച ചിക്കൻ കറി ഉണ്ട്, ഇന്നലെ വൈകിട്ട്. അപ്പോൾ ദോശയും ചിക്കൻ കറിയും, പിന്നെ ഉച്ചത്തേക്കും ചിക്കൻ കറി ആയല്ലോ. അപ്പോൾ ഞാൻ മാക്സിമം ഇന്നത്തെ വീഡിയോ ഫുൾ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം പറ്റണത് എടുക്കാം. ഓക്കെ, ബൈ.
ദോശ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ, അപ്പോൾ എനിക്ക് ഉള്ള ഫുഡ് മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ, ദോശ. ദോശ കഴിച്ചിട്ട് അപ്പോൾ ചിക്കൻ കറി ഉണ്ട്, അത് ചൂടാക്കണം. അപ്പം ഞാൻ ദോശ ചുറ്റിട്ടെടുത്ത് അത് ചൂടാക്കാം. നല്ല മഴയാണ് രാവിലെ, നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴ. എന്താ ബാക്കിലുണ്ടോ? നല്ല മഴയാണ്. അപ്പം ഞാൻ ദോശ ചുട്ടിട്ടുണ്ട്, അപ്പോൾ കഴിക്കാം. ദോശയും ചിക്കൻ ഇന്നലെ വെച്ചതാണ്. അപ്പോൾ ചിക്കൻ കറിയും ദോശയും, നെയ്യൊഴിച്ച ദോശ. ഹലോ, അപ്പോൾ ഇനി ഫുഡ് കഴിച്ചു. ഇനി ഇവിടെ ഒന്ന് തൂത്ത് വാരണം. അപ്പോൾ തൂത്തിട്ട് കാണാം. ഇപ്പോൾ ടൈം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇനി നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ, ഇവിടെ നല്ല മഴ പെയ്തു. ഇനി വേറെ പരിപാടിയെന്ന് വെച്ചാൽ ഉച്ചത്തേക്ക് ചോറ് വയ്ക്കണം. അരി അടുപ്പിൽ ഇടണം. അത് ജസ്റ്റ് റൈസ് കുക്കറിൽ എടുത്ത് വെച്ചിട്ട് ആ ടൈം ആകുമ്പോൾ എടുത്താൽ മതി. അതുകൊണ്ട് അത് അധികം ജോലിയില്ല. ഇതിൻ്റെ പുതിയ മൂക്കുത്തിയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ്. ഇനി ഞാൻ എന്തായാലും അടുക്കളയിലോട്ട് ബാക്കി പരിപാടിക്ക് പോകുമ്പോഴത്തേക്കും അപ്പോൾ ഇനി ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരി കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കാണാം. മരിച്ചിനി. അപ്പോൾ നമുക്കിന്ന് മരിച്ചിനി ഇളക്കി ചിക്കനും ചോറും എല്ലാമായിട്ട് കഴിക്കാം. അപ്പോൾ മരിച്ചിനി ഇളക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാം. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ചിക്കൻ പൊരിക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് പൊരിക്കാം. അതും പൊരിച്ച് പിന്നെ മരിച്ചിനി, പിന്നെ ചിക്കൻ കറി, ചോറ്. സെറ്റാക്കാം. അപ്പം ഞാൻ ഇനി എല്ലാം വച്ചിട്ട് വീഡിയോ എടുക്കാം.
ഇവിടെ നല്ല മഴയുടെ കോളുണ്ട് കേട്ടോ, നല്ല മഴയുടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഫുൾ മഴയായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത് ആ ചിക്കൻ ഇരുന്നത് ഇത് ഇന്നലെ പൊരിച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇന്ന് ബാക്കിയിരിക്കുന്നതും കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ലെഗ് പീസ് തന്നെ പൊരിക്കാം. ഓരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചിനി അടുപ്പിൽ വെച്ചു, പിന്നെ ചിക്കൻ പൊരിക്കാനിട്ട്. ചിക്കൻ രാവിലെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ചോറ് കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് ഇനി അത് കഴിക്കാൻ ടൈമിൽ എടുത്ത് വടിച്ചാൽ മതി. അങ്ങനെ എല്ലാം ഏകദേശമൊക്കെ ആയി. അപ്പോൾ ഞാൻ ഇനി എല്ലാം റെഡിയാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ കുറച്ച് തുണികൾ നനച്ചിട്ടിട്ടുണ്ടായിരുന്നു മുകളിൽ. അപ്പോൾ എന്തായാലും അത് ഉണങ്ങിയോ നോക്കിയിട്ട് വരാം. മഴ പെയ്തുകൊണ്ട് ഉണങ്ങിയൊന്നും അറിയില്ല, എന്നാലും നോക്കിയിട്ട് വരാം ഉണങ്ങിയത് എടുക്കാമെങ്കിൽ. അപ്പോൾ ഫുൾ ഉണങ്ങിയിട്ടില്ല, കുറേയൊക്കെ ഉണങ്ങാനുണ്ട്. ഇനി ഒരുപാട് തുണികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വൈകിട്ട് തന്നെ എടുത്ത്, ഇപ്പോൾ കുറച്ചെടുത്ത് പിന്നെ എടുത്താൽ കുറേ തന്നിരിക്കേണ്ടി വരും. അതിനേക്കാൾ ഒരുമിച്ചെടുക്കാം. നല്ല മഴയുടെ കോളാണ് ഫുൾ. ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇയറിങ്സ് ആണെന്ന് തോന്നുന്നു, കമ്മലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്തായാലും എന്താണെന്ന് നോക്കാം. സൂപ്പർ ഇയറിങ്സ്. ഞാനൊരു ഇയറിങ് അഡിക്റ്റാണ്. എത്ര കമ്മൽ വാങ്ങിച്ചാലും മതി വരില്ല. എല്ലാവരും അങ്ങനെ ആയിരിക്കും. ഞാൻ ഇതെല്ലാം ഒരു വീഡിയോയിലൊരു ഷോർട്ട്സ് ആയിട്ട് എന്തായാലും വേറെ ഇത് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. ഞാൻ എന്തായാലും കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാം. ഹലോ, അപ്പോൾ ഞാൻ മേലൊക്കെ കഴുകി സെറ്റായിട്ടുണ്ട്. ഇനി ചായ ഇട്ടിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കണം. പിന്നെ ഇനി വേറെ എന്താണ്, ചായ കുടിക്കണം, അതൊക്കെ തന്നെ. ചായ കുടിച്ചതിന് ശേഷം പിന്നെ പുകയ്ക്കണം. ഇവിടെ ഭയങ്കര കൊതു, അപ്പം പുകയ്ക്കണം, വിളക്ക് എത്തിക്കണം, അതൊക്കെ തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും ചായ കുടിക്കണം. നല്ല മഴയുണ്ട്, മഴയുടെ ഒരു ഇത് മാറുന്നില്ല. നല്ല മഴയുടെ ഒരു ഇതുണ്ട്. നല്ല മഴയുടെ ഇരുണ്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. സെറ്റായോന്ന് അറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ മാക്സിമം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഒരുങ്ങി നിൽക്കുന്നത്.
അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്ന. കാര്യം ചായ കുടിച്ചു. ഇനി രാത്രി ഉച്ചത്തെ ചോറ് തന്നെയായിരിക്കും രാത്രി കഴിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി വീണ്ടും വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്നൊരു മാക്സിമം പറ്റുന്ന അത്രയും ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.